ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് അത് എന്തെങ്കിലും സെയിൽ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ലാൻഡിംഗ് പേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. സോ ആ ഒരു ഓഡിയൻസിലേക്ക് ഈ ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ ഈ ലാൻഡിംഗ് പേജിലേക്ക് ആ ഓഡിയൻസിനെ ട്രാഫിക് എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും അവരെ കൺവേർട്ട് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേജാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിനകത്ത് തന്നെ നമുക്ക് ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റുകൾ നമുക്കുണ്ട്. സോ അത് നമുക്ക് വേണമെങ്കിൽ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ലാൻഡിംഗ് പേജായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നതിൽ ലാൻഡിംഗ് പേജിൽ വരിക. അവിടെ ആഡ് ന്യൂ എന്ന് പറയുന്നതിന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാൻഡിംഗ് പേജ് ഓപ്പണായി വരും. ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ എലമെൻറ്റ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ലാൻഡിംഗ് പേജിൻ്റെ ടെംപ്ലേറ്റുകൾ കിട്ടും. ഇവിടെ പെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്, അതായത് അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് നമുക്കതും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഏതാണ് പ്രോ ആണെങ്കിൽ അത് പേയ്മെൻറ്റ് വരും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് എടുത്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് ലാൻഡിംഗ് പേജ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഞാനൊരു പ്രോ അല്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. സോ ഇതാണ് ഈ ലാൻഡിംഗ് പേജിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ലാൻഡിംഗ് പേജ് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലാൻഡിംഗ് പേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ഒരു അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ലാൻഡിംഗ് പേജ് ഇവിടെ ഇൻസേർട്ട് ആവും. സോ നമ്മൾ ലാൻഡിംഗ് പേജ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ ഓൾറെഡി ഉള്ള ഈ കണ്ടൻസ് എല്ലാം മാറ്റി നമ്മുടെ ആ ഒരു കസ്റ്റമൈസ് ചെയ്യാനുള്ള കണ്ടൻസ് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ലാൻഡിംഗ് പേജ് ഇവിടെ ഇങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെയുള്ള ലാൻഡ് PPC അല്ലെങ്കിൽ ആ ഒരു കിടക്കുന്ന ആ ഒരു ഹെഡിങ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്ത് നമ്മുടെ ആ ഒരു ഹെഡിങ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. സോ ഞാൻ എൻ്റെ ഹെഡിങ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ടോപ്പിലുള്ള ആ ഒരു ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ അത് പ്രസൻറ്റ് ചെയ്യുന്നു. വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി എന്ന് പറയുന്നത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഞാൻ എൻ്റെ മെയിൻ ഹെഡിങ് അൺലൈക്ക് ഒരു പൊട്ടൻഷ്യൽ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കോപ്പി ചെയ്യുന്നു. അത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ 111 എന്ന് പറയുന്ന ആ ഒരു ഇത് ഞാൻ കളഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ 3 എഡിറ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്. ഞാൻ ആ പാരഗ്രാഫ് വേണ്ടി ഇവിടെ വന്നു. ഈ ഒരു പാരഗ്രാഫ് ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്തത് എനിക്ക് പബ്ലിഷ് ചെയ്യേണ്ട, അത് ഞാൻ ഡ്രാഫ്റ്റായിട്ട് എനിക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് അത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ലാൻഡിംഗ് പേജ് ആയതിനു ശേഷം മാത്രം അത് പബ്ലിഷ് ചെയ്താൽ മതിയാവും.
ഇവിടെ ഒരു CTA ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഈ CTA ബട്ടൺ ബുക്ക് എ സെഷൻ എന്നാണ് കിടക്കുന്നത്. ഞാനത് മാറ്റിയിട്ട് ജോയിൻ നൗ എന്ന് പറയുന്ന ആ ഒരു ബട്ടണാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇവിടെ വാട്ട് യു വിൽ ലേൺ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ എൻ്റെ ടോപ്പിക്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് എന്തൊക്കെയാണ് ടോപ്പിക്ക് കവർ ചെയ്യുന്നതെന്നുള്ളത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വെബ്സൈറ്റ് ഡിസൈനിങ്, അതുപോലെ തന്നെ GA4 and Google Search Console setup, ഈ സെക്ഷൻ വാട്ട് യു വിൽ ലേൺ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ എഡിറ്റ് ചെയ്തു. സോ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ഈ ഒരു സെക്ഷൻ എങ്ങനെ ആഡ് ചെയ്യുന്നത്, അതായത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കിനി, അതായത് ഇവിടെ ഒരു വാട്ട് യു വിൽ ലേൺ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ്റെയും ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ്റെയും ബിറ്റ്വീൻ ഇടയ്ക്കായിട്ട് ഒരു സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ആ ഒരു പോർഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ ചെയ്തു, രണ്ടാമത്തെ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു. സോ ഇവിടെ നമുക്ക് ഇനി ആ ഒരു കോഴ്സിൻ്റെ പ്രൈസ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ അത് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. By now at ഓക്കെ, നമ്മളിവിടെ എമൗണ്ട് കൊടുത്തു. ഇനി നമുക്കിവിടെ ഈ ഒരു ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടെ ഒരു ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് കൂടുതൽ എന്തെങ്കിലും ഒരു കോട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസിന് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജോയിൻ നൗ ഫോർ എ ട്രാൻസ്ഫോർമേറ്റീവ് ജേണി എന്ന് ജസ്റ്റ് അത് ഞാനിവിടെ കൊടുത്തു. സോ ഇനി നമുക്കുള്ള ഈ ഒരു സെക്ഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് കോഴ്സിൻ്റെ റിലേറ്റഡ് ആ ഒരു ടൈറ്റിൽ നമുക്കിവിടെ ആഡ് ചെയ്യും. സോ അതിൻ്റെ ടൈറ്റിലിന് വേണ്ടിയിട്ട് ഞാനിവിടുന്ന് ഈ ഒരു ചെറിയൊരു ടൈറ്റിൽ ഞാനിവിടെ കൊടുക്കുന്നു, സ്റ്റാർട്ട് ഡിജിറ്റൽ ജേണി ടുഡേ. ഓക്കെ, അങ്ങനെ ഒരു കൊടുത്തു. സോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഹെഡർ സെക്ഷൻ നമ്മൾ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ എന്താ കവർ ടോപ്പിക്ക് എന്താ കവർ ചെയ്യുന്നത് അത് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ പ്രൈസ് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഇമേജ് ഉണ്ട്. ഇതിൻ്റെ ഒരു ലാൻഡിംഗ് പേജിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനൊരു ടോപ്പിൽ എല്ലാത്തിനും പോലെ ഒരു നാവിഗേഷൻ മെനു ഇവിടെ കാണത്തില്ലായിരിക്കും. അതായത് നമുക്കറിയാം, നമ്മൾ സാധാരണ നോർമൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോം പേജ്, എബൌട്ട്, ബ്ലോഗ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേജസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ പേജിലായിരിക്കും ആളുകളെ കൊണ്ടുവരുന്നത്. അവിടെ തന്നെ ആയിരിക്കും അവർ സ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടും ഇവർ പോകുന്നില്ല.
സോ അങ്ങനെ വേണം ഒരു ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള പേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി അവരിത് പർച്ചേസ് ചെയ്യാതെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് എന്ത് വേണം, ആ ഒരു ഹെഡർ വരുന്ന ആ ഒരു നാവിഗേഷൻ മെനു എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു ഇമേജ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതുപോലെ താഴോട്ടുള്ള ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, ടെസ്റ്റിമോണിയൽസ് അതുപോലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യണം. ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ലിങ്കുകളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം.